എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മനസ്സ് നിറഞ്ഞ തിരുവോണാശംസകൾ അറിയിക്കുന്നു. ഈ ഒരു തിരുവോണ ദിനത്തിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായ പിങ്ക് പാലട പായസം നമുക്ക് തയ്യാറാക്കാം. ഈ ഒരു പായസം ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് വളരെ എളുപ്പത്തിലാണ്. തിളപ്പിച്ചെടുത്ത പാല് നല്ല ക്രീമി ടെക്സ്ചറിലേക്ക് മാറ്റി ആരും കൊതിച്ച് കഴിച്ചു പോകും. അത്ര സ്വാദിലാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കി എടുക്കുന്നതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമാണ്. വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ട് കണ്ട് ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഈ ഒരു പായസത്തിന്റെ വീഡിയോ കണ്ട് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. നമുക്ക് പിങ്ക് പാലട പായസം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ചുവട് കട്ടിയുള്ള ഉരുളി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഉരുളി ഇനി ചൂടായി വരട്ടെ. നമ്മളിന്ന് വളരെ എളുപ്പത്തിലാണ് പിങ്ക് പാലട തയ്യാറാക്കി എടുക്കാനും പോകുന്നത്. പാലൊന്നും വറ്റിച്ച് അധികം ഒന്നും സമയം കളയുന്നില്ല. ഉരുളി ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 100 ഗ്രാം അളവില് ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ പിങ്ക് പാലടയൊക്കെ തയ്യാറാക്കുമ്പോൾ ബട്ടർ ചേർക്കുമ്പോഴാണ് വളരെ തന്നെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. പാലട തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ 400 ഗ്രാം അളവില് സൂരജിന്റെ പാലട നല്ലതുപോലെ കഴുകി തിളച്ച വെള്ളത്തിലിട്ടൊന്ന് ഊറ്റി ഇതിന്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് കഴുകി കളഞ്ഞു വെച്ചിരിക്കുവാണ്. ഇപ്പോൾ നമ്മുടെ ഉരുളി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. പാലട ഒന്ന് വഴറ്റിയെടുക്കുന്നതിനായിട്ട് ഒരു നുള്ള് ബട്ടർ ഒന്ന് മാറ്റി വെക്കണം. അതിനുശേഷം ബാക്കിയുള്ള ബട്ടറാണ് ചേർക്കേണ്ടത്. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 400 ഗ്രാം അളവിൽ പിങ്ക് പാലട തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് 1 കിലോ പഞ്ചസാരയാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പഞ്ചസാര ഈ ഒരു ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാര ഒന്ന് കാരമലായിട്ട് വരണം. അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ പായസം തയ്യാറാക്കി എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ 12 പാക്കറ്റ് പാലാണ്, 6 ലിറ്റർ പാലാണ് ആവശ്യമായിട്ടുള്ളത്. 6 ലിറ്റർ പാല് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് അരച്ച് വെക്കണം. തിളച്ച പാല് ഒഴിച്ച് തയ്യാറാക്കുമ്പോൾ പാല് നമ്മുടെ ഇതിലേക്ക് ചേർക്കുമ്പോൾ പിരിയാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് പാല് തിളപ്പിച്ച് ചേർക്കുന്നതാണ് നല്ലത്. നിങ്ങൾ പച്ചപ്പാല്, തിളപ്പിക്കാത്ത പാല് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊക്കെ കാരമലായി വന്നിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാര എല്ലാം തന്നെയും ഒന്ന് കാരമലായി കിട്ടണം. അതുവരെയും നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് ലൂസാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര ഒന്ന് ചെറുതായിട്ടൊക്കെ കാരമലായി വരുന്നുണ്ട്. ഒന്ന് നമുക്കിനി ഇളക്കി കൊടുക്കാം. കാരണം നല്ലോണം തന്നെ മെൽറ്റായി കിട്ടണം. അതുവരെയും നമുക്കൊന്ന് ഇളക്കി കൊടുത്തൊന്ന് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇപ്പോൾ നല്ലപോലെ ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ മെൽറ്റായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. പഞ്ചസാര നല്ലപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലപോലെ ആവിയെല്ലാം വന്നു തുടങ്ങും. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഈ തീയിൽ വെച്ച് തന്നെ നമുക്ക് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര എല്ലാം കൂടി ചേർന്ന് ഒരു സ്റ്റിക്കിയായി മാറി വരും. ഈ ഒരു വെള്ളം ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും അതെല്ലാം ഒന്ന് മാറി വരും. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലൊന്ന് അരിച്ചിട്ടാണ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കേണ്ടത്. പാല് ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് നല്ല പോലെ അടിച്ചേർത്തൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം. പാല് നല്ലപോലെ ഒന്ന് തിളച്ചു വരണം. നല്ലപോലെ ഒന്ന് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് അട ഒന്ന് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബട്ടറിൽ ഒന്ന് വഴറ്റി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാല് തിളച്ചു വരുന്ന സമയം കൊണ്ട് നമുക്ക് അട ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിയിട്ടുള്ള ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് വേവിച്ച് കഴുകി ഊറ്റിയിട്ടുള്ള അട ഇതിലേക്ക് ചേർക്കാം. വെള്ളം തിളച്ചു വരുമ്പോഴേക്കും അടയിട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അട നല്ലപോലെ വെന്തിട്ടുണ്ടാകും. പിന്നെ ആ അട നല്ല വണ്ണം ഒന്ന് തണുത്ത വെള്ളത്തിൽ കഴുകിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ട് അട ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് അട പാലിലേക്ക് ചേർക്കുമ്പോൾ ഇതിന്റെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അട ഇപ്പോൾ 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം. ഒരു 100 ഗ്രാം പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ 1 കിലോ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ 100 ഗ്രാം അളവിൽ കൂടെ അടയിലേക്കൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് ചേർത്തിട്ടുണ്ട്. നമ്മൾ ചേർത്തിട്ടുള്ള പഞ്ചസാര ഒന്ന് മെൽറ്റായി വരണം. അതുവരെയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പഞ്ചസാരയും അടയുമായിട്ട് ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അട നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്കാണ് ചേർക്കേണ്ടത്. ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർക്കാം. ഒന്നുകൂടെ ഇളക്കി തിളപ്പിച്ചെടുക്കാം.
പാല് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് അട ചേർത്ത് കൊടുക്കണം. നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള അട. അപ്പോൾ നമ്മുടെ പാലൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പഞ്ചസാരയും ബട്ടറും കൂടി ചേർത്ത് വഴറ്റിയിട്ടുള്ള അട ചേർക്കാം. അട ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി ഇതിന്റെ ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ അട ഒന്ന് കട്ടകളെല്ലാം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. കട്ടകളെല്ലാം ഉടഞ്ഞ് വന്നിട്ടുള്ള അടയും പാലും കൂടി ചേർന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി വരണം. അതുവരെയാണ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടത്. അതുവരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ പാല് തിളച്ച് തൂവാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ടും. ഇപ്പോൾ നമ്മുടെ പാലട നല്ലപോലെ തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി അടയും പാലും കൂടെ ചേർതൊന്ന് കുറുകി വരുന്ന പാകം വരെയും നമുക്കൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ അട നല്ലപോലെ തന്നെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഇനിയിപ്പോ അടയും പാലും ഒക്കെ ഒന്ന് വറ്റി കുറുകിയ പാകത്തിലേക്കായി വരും. അതുവരെയാണ് നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ പിങ്ക് പാലട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പാല് നല്ലപോലെ കുറുകി നമ്മൾ ചേർത്തിട്ടുള്ള അടയും പാലും ഒക്കെ ആയിട്ട് നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇതേ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടാറിയിട്ട് സെർവിങ് ബൗളിലേക്ക് കൂടെ മാറ്റാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള പിങ്ക് പാലട വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു തിരുവോണ നാളില് എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു പ്രഥമന്റെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും, നമ്മുടെ ഫാമിലിയിൽ ഇതുവരെയും മെമ്പറാകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു തിരുവോണ നാളിൽ തന്നെ മെമ്പറാകണേ. അതുപോലെ വീഡിയോ കാണുമ്പോൾ ഉപകാരപ്രദമാണ് എന്ന് തോന്നുവാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.